കോഴിക്കോട് CPM നടക്കുന്നത് പോലെയുള്ള തമാശ അടുത്ത സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് പാർട്ടിയോട് ഒരു ഏരിയ കമ്മിറ്റി അംഗം ചോദിക്കുകയാണ്. 22 ലക്ഷത്തിന് ലേലം വിളിച്ചു എന്നുള്ള കാര്യം തുറന്നു പറയുവാനായിട്ട് ഈ പാർട്ടിക്ക് കഴിയാതെ പാർട്ടി മുടന്തി നിൽക്കുന്ന കാഴ്ചയും കാണുന്നു. അവിടെ ആ കളങ്കം എന്താണ് എന്ന് തുറന്നു പറയുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ യശസ് ഇനിയും താഴ്ന്നു പോവുകയേ ഉള്ളൂ. ഡോക്ടർ ബി ജയരാജ് ആ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മുഖത്ത് നോക്കി പറയണം, നിങ്ങൾ ചെയ്ത കുറ്റം ഇതാണ് എന്ന്. അത് പറയാനുള്ള ആർജവും പാർട്ടിക്കില്ല എന്ന് പറയുമ്പോൾ ആ പ്രമോദ് കോട്ടുള്ളിയുടെ മറവിൽ ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ ഈ പറയുന്ന കോട്ടുള്ളി എടുത്ത് വെളിയിലിടും. ആ ഒരു പേടി പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി പതുങ്ങിയിരിക്കുന്നത്. ഒരു കളങ്കം എന്നുള്ള പേര് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ, ഒതുക്കാൻ നോക്കുന്നല്ലോ, അത്രയേ ഉള്ളൂ. മഞ്ജുഷ, ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന്, ഈ അധികാരത്തിന്റെ ഇടനാഴികളിൽ എല്ലാ കാലത്തും തരകന്മാരുണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളുടെ നിന്ന് പൈസ മേടിക്കുന്ന പലയധികം ആളുകളെ പല പല സർക്കാരുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിലൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരെ മുട്ടിയിട്ട് നമുക്ക് ഈ തരകന്മാരെ മുട്ടിയിട്ട് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നടത്തിയ അഴിമതിയുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അവതാരങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഈ അവതാരങ്ങൾ ഉണ്ടാവുകയില്ല, അവതാരങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് വലിയ വായിൽ പ്രഖ്യാപിച്ച് കയ്യടി നേടിയത് ആരാണ്? ഇപ്പോൾ അവതാരങ്ങളല്ല, പരമാവധി ഇതിനകത്തുള്ള ഒരു വിഷയം എന്താണെന്നറിയാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പരമാവധി നമ്മൾ ഈ പൊതുസമൂഹത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ കാർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു രോഗാവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഇതെല്ലാം കാണിച്ചു തരുന്നത്. അതിപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കയ്യിൽ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് പൊതുജനങ്ങളും ഈ കാശ് കൊടുക്കാൻ നിൽക്കുന്നവനും കുറ്റക്കാരനാണ്, ഒരേപോലെ കുറ്റക്കാരനാണ്. കാശ് വാങ്ങിക്കുന്നവനും ചോദിച്ചു വാങ്ങുന്നവനും അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നവനും കുറ്റക്കാരനാണ്. ഇവരെല്ലാം ഒരേപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. താൻ പൈസ കൊടുത്താൽ വളഞ്ഞ വഴിയിലൂടെ കാര്യം നടക്കുമെന്ന് കരുതുകയും അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടി വിചാരിച്ചാൽ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഭരണകക്ഷി വിചാരിച്ചാലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയിൽ ആ LDF-ൽ പെട്ട പാർട്ടികൾ തന്നെയാണ്. അവർ മാത്രമേ ഇപ്പോൾ ഉത്തരവാദികളായിട്ടുള്ളൂ. അവരാണ് പറയേണ്ടത്. അല്ലാതെ അവിടെ ന്യായീകരണത്തിനല്ല പ്രസക്തി. തീർച്ചയായിട്ടും അത് എടുത്തു ചാടി നമുക്കിപ്പോ ഒരു സംഭവം നടക്കുന്ന ഉടനെ അതിന്റെ അന്യായങ്ങൾ അന്വേഷിക്കാതെ, കൃത്യമായ അന്വേഷണം നടത്താതെ, പോലീസ് അന്വേഷണം നടത്താതെ എന്നും എന്താണ് ഇതിന്റെ ഉദ്ദേശം, ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത്, ഇത് എയിം ചെയ്യുന്നത് ആരെയാണ്, ആരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം തന്നെ വേണ്ടിവരും. ആ പോലീസ് അന്വേഷണം അത് നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു അറിവ്. പക്ഷേ FIR ഇട്ടില്ലെങ്കിലും അല്ലാത്ത രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യമായിട്ട് ഇത് പൊതുജനമധ്യത്തിൽ തന്നെ ഇതിനൊക്കെയുള്ള മറുപടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനം വിളിച്ച് തന്നെ പറയും. അതിനകത്ത് യാതൊരു മടിയും കാണിക്കില്ല. കാര്യം അഴിമതിക്കാരെ ഒരു കാലത്തും എന്ന് ഉറച്ച വാചകത്തിൽ ഒരു കടലാസിൽ ഒറ്റ വാചകം എഴുതിയിട്ട് ഇതാണ് നടപടി എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പാർട്ടിയാണ്. ശരി, ശ്രീത് പണിക്കർ. അല്ല, നോക്കൂ ശ്രീ ജയരാജ്, നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന്, പാർട്ടിക്ക് വേണ്ടി ഈ തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം എന്താണ് എന്ന് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ശ്രീ P മോഹനൻ, പാർട്ടിയുടെ ആളാണ്. മറുഭാഗത്ത് ഇതിന് വിധേയനായിരിക്കുന്ന പ്രമോദ് കോട്ടുള്ളിയുണ്ട്. നോക്കൂ, ഈ രണ്ടാൾക്കാരും എന്തു വിഷയത്തിലാണ് ഈ നടപടി എന്നതിൽ പോലും ഇവർക്ക് ഐക്യമില്ല. ശ്രീ ജയരാജ് അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾ പറയുന്നു ഈ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള PSCയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ഇദ്ദേഹത്തിനെതിരെ നടപടി എന്ന് പറയുന്നു. എന്നാൽ പ്രമോദ് പറയുന്നു ആ വിഷയത്തിലാണ് നടപടി. അതിൽ ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പണം കൊടുത്തു എന്ന് പരാതിക്കാരനും പാർട്ടിയും വ്യക്തമാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം മാത്രമായിരിക്കില്ല, മറ്റാരെങ്കിലും അവിടെ ഉണ്ടാവും എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നതിന്റെ ധ്വനി. ഒന്നുകിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ല, അല്ലെങ്കിൽ ഇത് വാങ്ങിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റാരൊക്കെയോ കൂടി ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീ P മോഹനൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം എടുക്കൂ ശ്രീ ജയരാജ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, മാധ്യമങ്ങൾ പറയുന്ന കാര്യമേ അല്ല, അത് വെറും കോലാഹലം മാത്രമാണ്. എങ്കിൽ എന്റെ ചോദ്യം, താങ്കൾക്കെങ്കിലും അറിയുമോ എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞു. എന്താണ് ആ വിഷയം? താങ്കൾക്ക് പറയാൻ കഴിയുമോ? താങ്കൾ ഇവിടെ പാർട്ടിയുടെ നടപടിയെ ന്യായീകരിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ട് ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ള ഒരു ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ താങ്കൾ പറയുന്നു. ശരി, എങ്കിൽ എന്തായിരുന്നു ആ കുറ്റം? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നതാണോ?
അതെ, ഇത് ന്യായമായൊരു ചോദ്യമാണ്. എന്താണ് ഇതിനകത്ത് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഇടനിലക്കാരായിട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ചാണ്. മറ്റേയാള് പാർട്ടിയിൽ നിന്ന് നടപടി എടുത്ത് പുറത്തുപോയ ആളാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പി മോഹനന്റെ വാക്കുകളാണ്. അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുടെ ക്രയവിക്രയങ്ങൾ നാട്ടിലെല്ലാം നടക്കുമല്ലോ. അപ്പൊ ഇതിനകത്ത് പല രീതിയിലും പല ഇടപാടുകളും നടക്കും. പല ഇടപാടുകളെന്നുള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില കുറച്ച് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സ്ഥലങ്ങൾ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു കുറെ അധികം സ്ഥലങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവരുടെ സ്വാധീനവും ഇവരുടെ കഴിവും ഇവരുടെ സാമൂഹ്യ ബന്ധങ്ങളും ഇവർ ഉപയോഗിക്കും. ഇവർ മുന്നിൽ നിന്നുകൊണ്ട് ബ്രോക്കർമാർ പിന്നിലുണ്ടാവും. ബ്രോക്കർമാർ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ ഈ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും സ്വത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അത്തരം കാര്യങ്ങൾക്കൊന്നും പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിമാരെ സഹായിക്കാനും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീല് നടത്താനും ഒന്നും പാർട്ടി പറയുന്നില്ല. ശ്രീ മഞ്ജുഷ്, ഇവിടെ ജയരാജ് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോധ്യവും ഊഹവുമാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മറ്റേ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതെനിക്കും അറിയാം. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ്. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇപ്പൊ താങ്കളോട് ഇത് ചോദിച്ചപ്പോൾ ആർക്കെങ്കിലും പണം ഏതെങ്കിലും ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ട് ആ സ്ഥലം ശരിയാക്കി കൊടുത്തില്ല എന്നുള്ളതാണോ? അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ എക്സ്റ്റൻഷനാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. താങ്കളും പറഞ്ഞത് ഇത് ഊഹമാണ്. ഞാൻ ചോദിക്കുന്ന ഊഹമല്ല. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും CPM പറഞ്ഞിട്ടില്ല. ഇന്ന കാര്യത്താലാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നതെന്ന് പി മോഹനൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളുടെ ഊഹമല്ല ചോദിച്ചത്, എനിക്ക് ഊഹമുണ്ട്. ഞാൻ പറയുന്നത് ഒരാളിനെതിരെ ഏറ്റവും കാർക്കശ്യമുള്ള ഒരു നടപടി പാർട്ടി എടുക്കുമ്പോൾ അതിന്ന് കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ എന്തായിരുന്നു അയാൾ ചെയ്തിരുന്ന ആ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമായിട്ടുള്ള അച്ചടക്ക വിരുദ്ധ നടപടി എന്താണ് എന്ന് താങ്കൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചത്. താങ്കൾക്കറിയില്ല, ഊഹം മാത്രമേ ഉള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും അറിയില്ല, ഊഹം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ നടപടിക്ക് നടപടി എടുത്തു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം ഞാൻ പൂർത്തിയാക്കട്ടെ. ഇപ്പൊ ഒരാൾക്കെതിരെ പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ നാളെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഇന്ന കാരണങ്ങളാണ് എന്നുള്ളതിന് മുമ്പ് പാർട്ടിയിൽ ഒരു റിപ്പോർട്ടിംഗ് നടക്കും. ആ പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടും, ജില്ലാ സെക്രട്ടേറിയറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യും, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്യും, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ ലെവലിൽ വരും, ലോക്കൽ ലെവലിൽ നിന്ന് ബ്രാഞ്ച് ലെവലിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത് പൊതുസമൂഹത്തോട് തുറന്നു പറയത്തുള്ളൂ. അതിനൊരു സമയമെടുക്കും. പിന്നീട് സമ്മേളന കാലയളവിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കും. എന്തിനാണ് അയാളെ എന്നുള്ളത് ഓരോ സഹാക്കളും ചോദിക്കും. അല്ലെങ്കിൽ സംശയമുള്ള ആളുകളുടെ എല്ലാ സംശയം ദൂരീകരിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യം പോകത്തുള്ളൂ. അല്ലാതെ എടുത്തു ചാടി ഇന്ന് പുറത്തെടുത്തു ഇന്ന കാരണം കൊണ്ടാണ് പുറത്താക്കിയതെന്നൊന്നും ഒരു നേതാവിനെ പുറത്താക്കിയപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഈ റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾക്ക് വലിയ വലിയ നേതാക്കന്മാര് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടുണ്ടല്ലോ. അന്നേരമൊക്കെ അതിനൊരു പ്രോസസ് ഉണ്ട്. അതിൽ എടുത്തു ചാടി ഇപ്പൊ പോയിന്റ് ചെയ്ത് എന്തിനാണ് പുറത്താക്കിയത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നാളെ വന്നിട്ട് പത്രക്കാരെ വിളിച്ച് പറയല്ല. പാർട്ടിയുടെ രീതിയേ അല്ല, അതിന് അതിന്റേതായ രീതിയുണ്ട്. അതല്ലേ പ്രശ്നം. പുറത്താക്കപ്പെട്ട ആളിനെ അറിയില്ല. ചിലപ്പോൾ പുറത്താക്കപ്പെട്ട ആള് പറയും ഞാനൊന്നും ചെയ്തില്ല, എന്നെ എന്തിനാണ് പുറത്താക്കിയത്, ധിക്കാരം കൊണ്ടാണ്. ഈ വലിയ താങ്കൾ ഈ പറഞ്ഞ അതേ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. CPM ഇതിനു മുമ്പ് പുറത്താക്കിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടല്ലോ. താങ്കൾ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് കാരണം പറഞ്ഞിട്ടില്ല. എത്ര പേര് പോയി കുത്തിയിരിപ്പ് നടത്തിയിട്ടുണ്ട്? പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയിരിക്കുന്നു, അകാരണമാണ് എന്ന് പറഞ്ഞിട്ട് കുത്തിയിരിപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരുടെ ഒരു 2-3 പേരുടെ പേര് പറയുമോ? എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കമ്മിറ്റിയിൽ നിന്ന് മതി, പറയുമോ? ഇല്ല. അതിനർത്ഥം ഈ വിഷയം വ്യത്യസ്തമാണ് എന്നാണ്. ഇവിടെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ആളിന് പോലും അറിയില്ല എന്തിനാണ് പുറത്താക്കിയിരിക്കുന്നത് എന്ന്. അതുകൊണ്ടല്ലേ കുത്തിയിരിക്കാൻ പോകുന്നത്. പോയവരുണ്ട് വേറെ ഞാൻ പറയുന്നത് ഇവിടെ കുത്തിയിരിപ്പ് നടത്തിയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് പുറത്താക്കിയത്. അല്ല, ഇത് ഉടൻ തന്നെ ആ പ്രതികരണം വന്നിരിക്കുകയാണ് ഡോക്ടർ ബി ജയരാജ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ആരോപണ വിധേയനായ പുറത്താക്കപ്പെട്ടയാൾ പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിച്ച് വരിക എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഇത് നടത്തിയത് എന്ന് അയാൾ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്നെ ബലിയാടാക്കുകയാണെന്ന് അയാൾ പറയുന്നു. ഇത്രയേ ഉള്ളൂ. പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അത് ആർക്കാണ് കളങ്കം വരുത്തുന്നത്? പാർട്ടിക്ക് കൂടുതൽ കളങ്കമാണ് വരുത്തുന്നത്. ഇപ്പോഴത്തെ കളങ്കത്തിന്റെ അപ്പുറത്ത് കളങ്കം വരുത്തുകയാണ്.
തീർച്ചയായിട്ടും അങ്ങനെ കൂടുതൽ കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുറത്താക്കിയത്. അല്ല, അപ്പോൾ അതിനേക്കാൾ കളങ്കമാണ് അടുത്ത നിമിഷം വന്നിരിക്കുന്നത്. പുറത്താക്കിയത് ഡോക്ടർ ബി ജയരാജ്, അതിനേക്കാൾ കളങ്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പാർട്ടി നടപടി എടുത്ത് പുറത്താക്കിയത് എന്താണെന്നും പൊതുജനത്തിനോട് പറയും. അതിനു മുമ്പ് പാർട്ടിയിലുള്ള റിപ്പോർട്ടിംഗ് കഴിയട്ടെ. റിപ്പോർട്ടിംഗ് കഴിയുന്ന അതിന് സമാന്തരമായിട്ട് തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഒരു അന്വേഷണം നടക്കുന്നില്ല. ശരി ശരി, നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി ഡോക്ടർ ബി ജയരാജ്, ശ്രീ സേനാപതി വേണു, ശ്രീ പണിക്കർ. ഇന്നത്തെ ഡിബേറ്റിലെ ചോദ്യം